ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഒന്നിച്ച് ദൈവകൃപയ്ക്കായി ദൈവത്തോട് യാചിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ പ്രാർത്ഥനകൾക്കോ കുർബാനകൾക്കോ നമ്മുടെ കൂടിവരവുകൾക്കോ ഒന്നും ഒരു കുറവുമില്ല. നമ്മളിവിടെ കൊടിയേറ്റ് കഴിഞ്ഞ സമയം മുതൽ എല്ലാ ദിവസവും ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിങ്ങൾ കൂടി വന്നൊന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൂടിവരവുകൾക്കോ നമ്മുടെ കൂട്ടായ്മകൾക്കോ ഒന്നും യാതൊരു കുറവുമില്ല. എന്നാൽ ഇവിടെയൊക്കെ തീ ഇറങ്ങുന്നുണ്ടോ എന്നാണ് നാം അറിയേണ്ടത്. എവിടെയാണ് സഭയുണ്ടായത് എന്ന് നമുക്കറിയാം. സഭയുണ്ടായത് മർക്കോസിൻ്റെ മാളികയിൽ. ആ പാവപ്പെട്ട 120 പേര് യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരുന്ന ഒരു മുറിയിൽ. അവിടേക്ക് തീനാവുകൾ ഇറങ്ങി എന്നാണ് അപ്പോസ്തല പ്രവർത്തികളിലൂടെ, വേദപുസ്തക ചരിത്രത്തിലൂടെ നാം പഠിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് കുറവില്ല, വചന ശുശ്രൂഷകൾക്ക് കുറവില്ല, മറ്റ് യാതൊന്നിനും യാതൊരു കുറവുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ബലികളിൽ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പദ്രേപിയോ എന്ന് പറയുന്ന ഒരു പിതാവ് കത്തോലിക്ക സഭയിലെ ഒരു പരിശുദ്ധനാണ്. അദ്ദേഹം ഇറ്റലിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ പദ്രേപിയോയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഈ കുർബാന ചൊല്ലുന്ന ദിവസങ്ങളിൽ ആളുകൾ വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കും ഒക്കെ, രാത്രി 2 മണിക്കും ഒക്കെ പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് കയറിയിരിക്കും. ഒരു 6 മണിക്കാണ് പദ്രേപിയോ ദേവാലയത്തിലേക്ക് വരുന്നത്. ദേവാലയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കടന്നു വരുവാൻ പോലും വഴിയില്ലാതെ ആളുകൾ ഇങ്ങനെ ദേവാലയത്തിനുള്ളിലും പുറത്തുമായി ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി ഇങ്ങനെ നിൽക്കും. അദ്ദേഹം വന്ന് 6 മണിക്ക് വിശുദ്ധ കുർബാന, അദ്ദേഹത്തിൻ്റെ ബലി ആരംഭിക്കും. ബലി ആരംഭിച്ച് ഈ ഒരു തിരുവോസ്തി എന്നാണല്ലോ പറയുന്നത്, ഈ അപ്പം എടുത്ത് വാഴ്ത്തുന്ന സമയം, ഇത് കർത്താവിൻ്റെ പരിശുദ്ധ തിരുശരീരമായി തീരട്ടെ എന്ന് പറയുന്ന സമയം, അവിടെ മുഴുവനും, ആ അന്തരീക്ഷം മുഴുവനും റോസാപ്പൂക്കളുടെ മണം ഇങ്ങനെ ആഞ്ഞടിക്കുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു. റോസാപ്പൂവിൻ്റെ മണം ഇങ്ങനെ ആഞ്ഞടിക്കും. അദ്ദേഹം ഇങ്ങനെ ഈ അപ്പം എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ അങ്ങ് നിൽക്കും. നമ്മൾ എപ്പോഴത് തീരുന്നതെന്ന് ഇങ്ങനെ സമയം നോക്കുന്നവരാ. 2-3 മണിക്കൂർ ഇങ്ങനെ നിൽക്കുമ്പം പോലും ആളുകൾക്കൊന്നും തോന്നത്തില്ല. ആളുകൾ ഇങ്ങനെ ഈ ഒരു മാസ്മര ലഹരിയിൽ, ഈ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങുന്ന ഈ അവസരത്തിൽ ഇവരെല്ലാം മതിമറന്നിങ്ങനെ നിൽക്കും. ഇങ്ങനെ ആയപ്പോൾ ഇതിൽ വരുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെ ഈ തീ ഇറങ്ങുന്നവരാകണമെന്നൊന്നുമില്ല. ഇവരിൽ ചില പിന്തിരിപ്പന്മാരുണ്ടായിരുന്നു. അവർ ചെന്നിട്ട് അധികാരികളോട്, അവിടുത്തെ ബിഷപ്പിനോട് പരാതി കൊടുത്തു, എഴുതി പരാതി കൊടുത്തു. ഇദ്ദേഹം സമയത്തിന് കുർബാന തീർക്കുന്നില്ല, ഈ കുർബാനയൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് അധികാരികൾ എന്ന് പറഞ്ഞാൽ ആർച്ച് ബിഷപ്പും തിരുമേനിമാരൊക്കെ ചോദിച്ചു, എന്തോ പരിപാടിയായി കാണിക്കുന്നേ, തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, എന്താ ഇത് സമയത്തിന് തീർക്കാനൊക്കത്തില്ലയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഞാനിതിങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നത് ആ സമയത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ഇത് എത്ര സമയമാണ്, എങ്ങനെയാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊന്നും എനിക്കൊരു ബോധ്യമില്ല. ആ കർത്താവ് 5 നിമിഷമാണോ, എൻ്റെ കർത്താവ് 5 മിനിറ്റാണോ കാൽവരി ക്രൂശിൽ കിടന്നത്? അതുകൊണ്ട് ഞാൻ സകലതും മറന്ന് എൻ്റെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും, ഇത് കർത്താവിൻ്റെ യഥാർത്ഥ ശരീരമായി തീരട്ടെ. ആ സമയം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, ഈ പരിസരം മുഴുവനും ഒരു റോസാപ്പൂവിൻ്റെ വലിയ ഗന്ധം ആളുകളുടെ
സമീപത്തേക്ക് അവരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഓർമ്മിപ്പിക്കുവാൻ കാരണം സ്വർഗത്തിലെ തീ ഇറങ്ങുന്ന നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ബദ്രേബിയോ പിതാവിനെ അടക്കം ചെയ്തിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കല്ലറ പരിശോധിച്ചപ്പോഴും എങ്ങനെ അടക്കിയോ അതുപോലെ ആ മനുഷ്യൻ്റെ ശരീരം അതുപോലെ ഇരിക്കുന്നു. എന്താ കാരണമെന്ന് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ കാരണം പറഞ്ഞത്, സ്വർഗത്തിലെ തീ ഇങ്ങനെ ഇറങ്ങി പാസ് ചെയ്ത് കടന്നുപോയ ശരീരം അതിനെ പുഴുവിനോ പൊടിക്കോ അല്ലെങ്കിൽ പാറ്റായ്ക്കോ ഒരു ജീർണതയ്ക്കും വിട്ടുകൊടുക്കുവാൻ തമ്പുരാൻ സമ്മതിച്ചില്ല. സ്വർഗത്തിലെ തീ ഇറങ്ങിപ്പോയ ശരീരം ഇതുവരെയും അഴുകാതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെയും ഈ മറ്റ് ഞങ്ങൾ ശുശ്രൂഷകരുടെ ഞങ്ങളുടെ വൈദികരുടെയൊക്കെ ആരാധനയിൽ ഞങ്ങളൊക്കെ സ്വയം ശോധന ചെയ്യുകയാണ്, സ്വയം ചിന്തിക്കുകയാണ്. ഞങ്ങളുടെ ആരാധന വെറും അഭിനയമായി മാറുകയാണോ അതോ സ്വർഗത്തിലെ തീ ഇറങ്ങുന്നുണ്ടോ? ഫുൾട്ടൺ ജേഷിയിൽ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് അദ്ദേഹം പറയുന്നു, ഇന്ന് ലോകത്ത് പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവുമില്ല, കൂടിവരവിനൊന്നും ഒരു കുറവില്ല. എവിടെയും മനുഷ്യൻ നമ്മൾ കോന്നിയിൽ നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ട നിന്ന് കുമ്പഴ വഴി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എത്രയോ പള്ളികളുടെ ഫ്ലെക്സുകൾ, എത്രയോ കുരിശടികൾ അലങ്കരിക്കപ്പെട്ട് വർണ്ണശബളമാക്കി മുത്തുക്കുടകളൊക്കെ സമർപ്പിച്ച് എത്ര മനോഹരമായിട്ട് എത്രയോ പള്ളികളിൽ പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്നു. ഇവിടെ കടന്നു വന്നിച്ചിരി ഇറങ്ങി ഈ താഴ്വാരത്തിലേക്ക്, ഒരു മലയിൽ നിന്നിറങ്ങി ഈ താഴ്വാരത്തിലേക്ക് ഇവിടേക്ക് കടന്നു വരുമ്പോൾ ആ മറ്റുള്ള പള്ളികളിൽ ഒന്നും കാണാത്ത ഒരു പ്രത്യേകത, എന്തോ ഒരു പ്രത്യേകമായ സാന്നിധ്യം, സഹദായുടെ സാന്നിധ്യം. അത് ഈ ഭാഗത്ത് ഇവിടേക്ക് കടന്നു വരുന്ന വിശ്വാസികൾക്ക് സ്വർഗത്തിലെത്തി അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മളെ ഇവിടെ കൂട്ടിവരുത്തുമ്പോൾ ഞാനും നിങ്ങളും അല്പമായെങ്കിലും ഈ കർത്താവിൻ്റെ തീക്കട്ട ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ, ഈ തീക്കട്ടയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഓർക്കണം, അല്പമായിട്ടെങ്കിലും സ്വർഗത്തിലെത്തി. സെൻറ് മേരീസ് ഇടവാങ്ങം ബഹുമാനപ്പെട്ട ടിജു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ സന്ധ്യാനമസ്കാരം കഴിഞ്ഞ ഉടനെ അച്ഛനെ കാണുന്നില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് അച്ഛൻ ഫോൺ വന്നു, അച്ഛൻ്റെ മാതാവിന് അസുഖമായി, പെട്ടെന്ന് ആശുപത്രിയിലാക്കി. ഇപ്പോഴെനിക്കൊരു മെസ്സേജ് വന്നു, അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി എന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളൂ, ഞാനും നിങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത, ഇത് നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിലെ തീ എന്ന് എൻ്റെ ശരീരത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഇത് തീക്കട്ടയാകുന്നു എന്ന് പറഞ്ഞ് യെശയ്യാപ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ യെശയ്യാവ് കണ്ടത്, അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്തു, ചിറകടിച്ച് എൻ്റെ അടുത്ത് പറന്നു വന്നു. എൻ്റെ അടുത്ത് പറന്നു വന്നിട്ട് ഈ തീക്കണൽ എൻ്റെ അധരങ്ങളെ തൊട്ടു. ഈ തീക്കനൽ എൻ്റെ അധരങ്ങളെ തൊട്ടപ്പോൾ ഞാൻ കേട്ടത്, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഈ തീക്കട്ട ആചാര്യൻ നമുക്ക് നൽകിക്കൊണ്ട് പറയുന്നു, 2 ലോകങ്ങളിലും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി കർത്താവായ യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട സത്യവിശ്വാസി വിശ്വാസിനികൾക്കായിട്ട് നൽകപ്പെടുന്നു. സാറാഫുകളിൽ ഒരുത്തൻ കൊടിൽ കൊണ്ട് യാഗപീഠത്തിൽ നിന്നൊരു തീക്കനലെടുത്തു, യെശയ്യാവിൻ്റെ അടുത്ത് പറന്നു വന്നു. യെശയ്യാവിൻ്റെ അധരങ്ങളെ ഇത് തൊട്ടു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഞങ്ങളൊക്കെ ദിനം പ്രതി കുർബാന ചൊല്ലുന്നവരും നിങ്ങളൊക്കെ ദിനം പ്രതി കുർബാന അനുഭവിക്കുന്നവരുമാണ്. ഇത് അധരങ്ങളെ തൊടുമ്പോൾ പാപത്തിന് പരിഹാരം വരുന്നുണ്ടോ? അതാണ് പരിശുദ്ധനായ പൗലോസ് പറയുന്നു, ഇത് പ്രാപിച്ചിട്ട്, ഇത് അനുഭവിച്ചിട്ട് അനേകരും രോഗികളായി മാറിയിരിക്കുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു, മരിച്ചുപോയി. വിശുദ്ധ കുർബാന അനുഭവിച്ച് രോഗികളായി തീരുക, വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് ജീവൻ വിട്ട് ഇല്ലാതായി മരണത്തിലേക്ക് കടന്നു പോവുക. എന്തുകൊണ്ടാണ്? അദ്ദേഹം തന്നെ പറയുന്നു, സ്വയം ശോധന ചെയ്യാതെ ഇത് ഭക്ഷിക്കുന്നവൻ, സ്വയം ശോധന ചെയ്യാതെ ഇത് ഭക്ഷിച്ച് പാനം ചെയ്യുന്നവൻ, അവൻ നിത്യനാശത്തിന്, അവൻ നിത്യനരകാഗ്നിക്ക് അർഹനായി തീരും.
പദ്രേപിയോ എന്ന് പറയുന്ന പിതാവ് കർത്താവിൻ്റെ തിരുശരീരം എടുത്തിട്ട് ഇത് എൻ്റെ കർത്താവിൻ്റെ തിരുശരീരമായി രൂപാന്തരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ തീക്കട്ട അത് തീയായി അത് ലഭിക്കുന്ന അനേകരും ഈ തീ അനുഭവിക്കുകയാണ്. എന്താണ് ഞാൻ ഓർമ്മിപ്പിച്ചത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങണം. അമേരിക്കയിലെ ലൂസിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അവിടെ ഒരു ലോകത്തിലെ വെച്ച് ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ജയിൽ ഉണ്ടായിരുന്നു. ആ ജയിലിൻ്റെ പേര് അങ്കോള പ്രിസൺ എന്നായിരുന്നു. അങ്കോള പ്രിസൺ. ഏതാണ്ട് 5000-ലധികം തടവ് പുള്ളികളെ അടച്ചുപൂട്ടിയിട്ടിരുന്ന ഒരു ജയിലാണ്. ആ ജയിലിൽ ഒരു ദിവസം മിനിമം ഒരു കൊലപാതകമെങ്കിലും നടക്കും. അത്ര ക്രിമിനൽ പുള്ളികളെ, അത്ര ഭീകരന്മാരെയാണ് അവിടെ വസിപ്പിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഈ അങ്കോള പ്രിസണിൽ ഇങ്ങനെ ഭീകരന്മാരായ തടവ് പുള്ളികളെ വസിപ്പിച്ചിരുന്ന ഈ സ്ഥലത്ത് അവിടെ ഈ തടവ് പുള്ളികളെ ആരെങ്കിലും കാണാൻ ഒരു വിസിറ്റർ, ആരുടെയെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധു വന്നാൽ ഈ ജയിൽ വാർഡൻ ആദ്യം അവരുടെ കയ്യിൽ ഒരു കടാരയാണ് എടുത്തു കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, സ്വയരക്ഷയ്ക്ക് ഇത് ആവശ്യമാണ്. കാരണം ഈ ഇടനാഴിയിൽ കൂടി ആ തടവ് പുള്ളിയുടെ ആ നമ്പർ ഗേറ്റ് ജയിലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ സെല്ലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏത് സമയത്തും ഈ ആളുടെ മേൽ ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു നിഷ്ഠൂരൻ ചാടി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ കടാര കൊടുത്തു വിടുന്നത്. അങ്ങനെ അത്ര ഭീകരമായ ഈ ഇടനാഴിയിലൊക്കെ പച്ച ചോരയുടെ ഗന്ധം തളം കെട്ടി നിൽക്കുന്ന ലൂസിയാന എന്ന അമേരിക്കൻ സ്റ്റേറ്റിലെ അങ്കോള പ്രിസൺ, അവിടെ പുതുതായി ഒരു ജയിൽ വാർഡൻ നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് പേൾ കെയ്ൻ എന്നായിരുന്നു. പേൾ കെയ്ൻ. അദ്ദേഹം അപ്പോയിൻമെന്റ് വാങ്ങി വന്ന ദിവസം 4 മണിക്ക് ഒരു കൊലപാതകിയെ, അന്ന് തടവ് പുള്ളിയെ, അദ്ദേഹത്തിനെ ഈ കൊലപാതകി ഒരു 2 പേരെ കൊല്ലുവാൻ ശ്രമിച്ച ഒരാൾ മരിച്ചുപോയി. അങ്ങനെ ഈ തടവ് പുള്ളിയെ അന്ന് വധിക്കുകയാണ്, വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി പേൾക്കെയിൻ ഈ ജയിലിൽ ചെന്ന് ആദ്യമായി ഇദ്ദേഹം 4 മണിക്ക് നടപ്പാക്കുന്ന ഈ ശിക്ഷ ഒരു കണ്ണാടിക്കൂട്ടിലേക്ക് ഈ തടവ് പുള്ളിയെ കൊണ്ടുവന്നെത്തിക്കും. അവിടേക്ക് ഒരു ഡോക്ടർ ഒരു സിറിഞ്ചുമായി കയറി ചെല്ലും. ആരാച്ചാരം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവിടെ തൂക്കി കൊല്ലുകയല്ല, അവിടെ ഒരു ഇഞ്ചക്ഷൻ, ലീസൽ ഇഞ്ചക്ഷൻ എടുക്കുക. അതിമാരകമായ വിഷം സിരകളിൽ കുത്തിവെച്ച് 10 നിമിഷം കൊണ്ട് ഈ ആള് പിടഞ്ഞ് വീണ് മരിക്കും. അവിടെ അമേരിക്കയിൽ അങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പേൾ കെയ്ൻ എന്ന് പറയുന്ന വാർഡൻ ഒരു ദൈവമനുഷ്യനായിരുന്നു. അയാൾ സ്ഥാനമേറ്റ് ആ ദിവസം 4 മണിക്കൊരു ശിക്ഷ നടപ്പാക്കി. ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണാടിക്കൂടിൻ്റെ വെളിയിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഡോക്ടർ കുത്തിവെച്ചു, നിമിഷങ്ങൾക്കകം പിടഞ്ഞ് ഈ തടവ് പുള്ളി മരിച്ചു. അന്ന് തിരിച്ച് മടങ്ങി അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി പോയി. ഈ സ്റ്റിയറിങ്ങിൽ ഈ കൈകൾ പിടിച്ച് വിറച്ചുകൊണ്ട് അദ്ദേഹം ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കരഞ്ഞത് മറ്റൊന്നുമല്ല, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട്, ഞാനൊരു ദൈവിക പൈതലായിട്ട് ആ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഇതായിരുന്നു ഇയാളുടെ സങ്കടം. പ്രിയമുള്ളവരെ, ഈ സങ്കടത്തിൻ്റെ കടലിൽ അദ്ദേഹത്തിന് അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ ഈ ജയിലിലേക്ക് വന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, തടവ് പുള്ളി അത്ര ക്രിമിനൽസാണ്. അന്ന് വൈകിട്ട് 4 മണിക്കൊരു ശിക്ഷ, ഒരു തടവ് പുള്ളിക്ക് വധശിക്ഷ നടപ്പാക്കുന്നുണ്ടായിരുന്നു. ഈ വധശിക്ഷ നടപ്പാക്കുവാൻ ഗവൺമെന്റ് 2 പ്രതിനിധികളെ അയക്കും. അവരാണ് ഇതിന് തെളിവ് കൊടുക്കേണ്ടത്, ആള് വീണു മരിച്ചു എന്ന്. അന്ന് 2 പേരെ ഇതിനു വേണ്ടി അയച്ചിരുന്നു. ഒരാൾ ഒരു വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിരസിൻ്റെ താഴ്വശം താഴോട്ട് മുഴുവൻ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ.
കാര്യം പറയാൻ ചെറുതായി സാധിക്കും. അദ്ദേഹത്തിന് എല്ലാ സെൻസുമുണ്ട്, പക്ഷെങ്കിൽ ശരീരം മുഴുവനും തളർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തോടൊപ്പം വന്നിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അന്ന് 4 മണിക്കൊരു ശിക്ഷ നടപ്പാക്കുകയാണ്. പേൾക്കെയിൻ വാർഡനായി ചാർജ് ഏറ്റ മനുഷ്യന് മനസ്സിലായി ഈ ഒരു മനുഷ്യന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു എന്ന്. അവിടെ മോഷണം നടത്താൻ ശ്രമിച്ചപ്പോൾ അയാളെ തടഞ്ഞ 2 പേര്, അതൊരു ഭാര്യയും ഭർത്താവുമായിരുന്നു, അവിടുത്തെ ജോലിക്കാരായിരുന്നു. അദ്ദേഹം ഉടനെ തൻ്റെ റിവോൾവർ എടുത്ത് ഷൂട്ട് ചെയ്തു. ഭാര്യ തൽക്ഷണം അവിടെ മരിച്ചു വീണു. ഭർത്താവ് മരിച്ചില്ല. അനേക ചികിത്സകൾക്ക് ശേഷം ആ മനുഷ്യനാണ് ഇന്ന് ഈ ശിക്ഷ നടപ്പാക്കുമ്പോൾ ഈ തലയ്ക്ക് മുകൾ ജീവനുണ്ട്. നമ്മുടെ ആരാധനയിൽ നമ്മൾ കാണുന്നത് മുൾമരമേരിയാതിരുതി തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. അതിനാൽ ഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. തീയിൽ ഉത്തരമരുളുന്ന ദൈവം ഹോറേബ് പർവ്വതത്തിൽ നിൽക്കുന്ന മോശ കണ്ടതാണ് ഈ മുൾപടർപ്പിലെ തീ. ബട്ട് അതൊരു പ്രത്യേക തീയാണ്. കാരണം ഒരു ആട്ടിടയനെ സംബന്ധിച്ച് കാട് കത്തുക എന്ന് പറയുന്നത് ഒരു യൂഷ്വൽ വിഷനാണ്, സാധാരണ കാഴ്ചയാണ്. എന്നാൽ ഹോറേബിൽ കത്തിയ മുൾപടർപ്പ് മോശയെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ആൻ അൺയൂഷ്വൽ വിഷൻ, ഒരു അസാധാരണമായ കാഴ്ചയായിരുന്നു. എന്താണ്? തീ കത്തുന്നു, മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. തീ കത്തുന്നു, മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. ഈ തീക്കട്ട എൻ്റെയും നിന്റെയും അതരത്തിൽ വെക്കുന്നു, നമ്മൾ വെന്ത് കരിഞ്ഞു പോകുന്നില്ല. ഈ തീക്കട്ട എന്നെയും നിങ്ങളെയും പൂർണ്ണമായി ശുദ്ധീകരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ തീയുടെ മുൾപടർപ്പിന്റെ അടുത്തേക്ക് മോശ കടന്നു ചെല്ലുമ്പോൾ, മോശെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക എന്ന് പറഞ്ഞ് കേൾക്കുന്ന ശബ്ദം, ആ ശബ്ദം പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എവിടെ? ഹോറേബ് പർവ്വതത്തിലെ മുൾപടർപ്പിൽ. നമുക്കൊന്നിച്ചൊന്നുകൂടൊന്ന് ചേർന്ന് പാടാം. മുൾമരമേരിയാതിരുതി. ആദ്യം മുൾമരത്തിന്റെ കാര്യം പറയുന്നെങ്കിൽ രണ്ടാമത് ഏറ്റവും വലിയ തിയോളജിയാ സഭ പഠിപ്പിക്കുന്നേ. അതിനാൽ ഭംഗവും ആ കന്യാമൃതമുദ്രയ്ക്കുണ്ടായില്ല. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ചിന്മേന മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടിട്ടും അവളുടെ കന്യാത്വത്തിന്, വെർജിനിറ്റിക്ക് യാതൊരു ഭംഗവും സംഭവിച്ചില്ല. ഇതാണ് സ്വർഗത്തിലെ തീയുടെ പ്രത്യേകത. ഈ സ്വർഗത്തിലെ തീ ആരിലൊക്കെ ഉണ്ടോ അവരെ ഒന്നും ലോകത്തിന് തള്ളിക്കളയാൻ കഴിയത്തില്ല. തീ ഇറങ്ങിയ സംഭവം, ഈ തീയെക്കുറിച്ച്, തീയാൽ ഉത്തരമരുളുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തന്ന ആ തീയിൽ ഉത്തരം അരുളുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് ഏലിയ പ്രവാചകൻ. തീയിൽ ഉത്തരമരുളുന്ന ദൈവത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ ഏലിയ പ്രവാചകന്റെ ജീവിത സാഹചര്യത്തിൻ്റെ 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഒന്നാമത്, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പ്രവാചകൻ പറയാ. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 19-ാം വാക്യം. എടുത്തവർക്ക് വായിക്കാം. എടുക്കാൻ വേദപുസ്തകം വേണ്ടേ? ലൈവ് ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ എങ്ങനെയാ പള്ളിയിലേക്ക് പോകുന്നത്? പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ. ഇത് പറയുമ്പോൾ സങ്കടം തോന്നും. നമ്മിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന, നമ്മളവരെ പെന്തക്കോസുകാരെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കും. പക്ഷെങ്കിൽ അവരവരുടെ ആലയത്തിൽ ഒരു ദൈവവചനം ഇല്ലാതെ പോകത്തില്ല. അവരുടെ കൊച്ചുങ്ങൾ പോലും ഈ വചനം എടുത്തുകൊണ്ടേ പോകത്തുള്ളൂ.
കാരണം വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് അവർക്കറിയാം. നമുക്ക് പള്ളി വന്ന് ആള് കളിക്കാനും, പള്ളി വന്ന് ഞാനാന്നോ കേമൻ, നീയാന്നോ കേമൻ, അങ്ങനെ വചനം എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ വിവാഹം കഴിക്കുമ്പോൾ പള്ളിയിൽ നിന്നൊരു വേദപുസ്തകം തരുന്നുണ്ട്. അന്ന് കൊണ്ട് അലമാരിയെ സൂക്ഷിച്ചത് വെക്കുന്നതല്ലാതെ രണ്ടാമതൊന്ന് എടുക്കുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം. ചിലർ പറയും രാവിലെ വൈകിട്ടും ഞങ്ങൾ വായിക്കുന്നുണ്ട്. വലിയ കാര്യമാണ് രാവിലെയും വൈകിട്ടും വായിക്കുന്നത്, വലിയൊരു മുട്ടൻ കാര്യം പറയുന്ന പോലെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് വചനമാകുന്ന വാള് നമ്മുടെ ചുറ്റിനുമില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വചനം ഉരുവിട്ടുകൊണ്ട് പോയാൽ ഗ്രന്ഥകാര ശക്തിക്ക് നമ്മെ പിടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വായിച്ചാട്ടെ, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 19-ാം വാക്യം. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസ്രായേലിന്റെ ഭക്ഷിച്ചു വരുന്ന 400 അശേരാ പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. മതി. കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. ഒന്നാമത് ദൈവത്തിൻ്റെ തീ ഇറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകൻ ഉയരങ്ങളിലേക്ക് കയറിപ്പോയി, പർവ്വതത്തിലേക്ക് കയറിപ്പോയി. സ്വർഗത്തിലെ തീ ഇറങ്ങണമെങ്കിൽ ഞാനും നീയും ഒരു പർവ്വതത്തിലായിരിക്കണം. ഇപ്പൊ നമ്മളൊരു പർവ്വതത്തിലായിരിക്കുന്നത്. ഏലിയ കർമ്മേൽ പർവ്വതത്തിൽ കയറിയതുപോലെ പരിശുദ്ധ ദേവാലയമാകുന്ന പർവ്വതത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുകയാണ്. താഴ്വാരത്തിൽ ലോകത്തിൻ്റെ അശുദ്ധിയും നിരാശയുടെയും പാപത്തിൻ്റെയും എല്ലാ തിന്മയുടെയും പ്രതിസന്ധിയും നിലനിൽക്കുമ്പോൾ ആ താഴ്വര വിട്ടിട്ട് അവൻ കർമ്മേൽ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. പർവ്വതത്തിന്റെ മുകളിൽ മോശ സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയി. താഴ്വരയിൽ ജനം കാളക്കുട്ടിയെ വാർക്കുന്ന സമയം മോശ മുകളിൽ യഹോവയായ ദൈവത്തോട് സംസാരിച്ച് ഈ ജനത്തിനു വേണ്ടി 10 കൽപ്പനകൾ വാങ്ങിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരായോ? ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, എടി നീ നാഴിക്ക് 40 വട്ടം പള്ളിയിൽ പോയിട്ടും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ, നിന്നേക്കാൾ എത്രയോ ബെറ്ററാ ഞാൻ. ബെറ്ററാ, പക്ഷെങ്കിൽ ആത്മാവിൽ ഈ ഭവനത്തെ പിടിച്ചു നിർത്തുന്നത് നാഴിക്ക് 40 വട്ടവും ഈ പള്ളി പോന്നോളാ. പരിശുദ്ധാത്മാവിൽ ഈ ഭവനത്തെ മക്കളെയൊക്കെയും പിടിച്ചു നിർത്തുന്നത്, എൻ്റെ ദൈവമക്കളെ ഞാൻ ഓർമ്മിപ്പിച്ചത് മറ്റൊന്നുമല്ല, പർവ്വതത്തിന് മുകളിൽ യഹോവയുടെ സാന്നിധ്യം, താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ഞാൻ ഓർമ്മിപ്പിച്ചത്, ഒന്നാമത് സ്വർഗത്തിലെ തീ ഇറങ്ങണമെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി വരണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കിപ്പോൾ സ്വർഗത്തിൻ്റെ തീയുടെ അനുഭവം പലപ്പോഴായിട്ടുണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്, എനിക്കറിയാം. എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ നിങ്ങൾ തയ്യാറായി. ശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് വീട്ടിൽ മടങ്ങി പോകാമായിരുന്നു. ഈ കൊയറുകാർ പാട്ട് പാടേണ്ടതുകൊണ്ട് യൂണിഫോം ഒക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുന്നെന്നും പറഞ്ഞ് നിങ്ങളാരും ഇവിടെ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ ഇവിടെ ഞാൻ വന്നപ്പോൾ കടുങ്കാപ്പിയും ബന്നും ഒക്കെയാണ് പള്ളിക്കാർ കൊടുക്കുന്നത്. ഇതൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഈ ചൂടത്ത് ഈ പ്രിയപ്പെട്ടവരെങ്ങനെ ഇരിക്കാൻ ഒക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒത്തിരി പിശുക്കാണ്, അതിനില്ല. ഞാൻ പറയുന്നത് ലാഭിഷമായിട്ട് ഇഷ്ടം പോലെ കാര്യം. ഇപ്പോഴത്തെ ഈ ചൂടിനും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കും ആവശ്യത്തിന് വെള്ളം കൊടുക്കണം, പള്ളിയിൽ വരുന്നവർക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം, ആവശ്യത്തിന് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കണം. ഒരു ബന്നൊക്കെ കൊടുത്തിട്ട് എന്തോ എടുക്കാനാണ്? ബന്നി ജലാറ്റിനൊക്കെ കയറി ഇങ്ങനെ വീർത്തിരിക്കുന്ന, അതിനകത്ത് ഒരു കടുമണിയുടെ അത്രയും പോലും മാവില്ല. അത് നമുക്കറിയാം. ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ജലാറ്റിൻ കൊണ്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ബ്രെഡും ബന്നും ഒക്കെ
ജലാറ്റിൻ എന്താണെന്നറിയാമോ? പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതാണ് ഇതിനകത്ത്. അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനമുണ്ട്. അത് അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വീർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മടക്കി ചുരുട്ടി പിടിച്ചാൽ, നിങ്ങൾ തന്നെ ഒന്ന് ചുരുട്ടി പിടിച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ വലുപ്പം എന്തോണ്ട്, ഇത് എന്തോനുണ്ട്. ഇത് നമ്മുടെ ആമാശയത്തിൽ ഇപ്പോൾ ഒരു കോണിലെങ്ങാണ്ട് കിടന്ന് പിന്നെയും കൊണ്ടുപോവാ. ഇത് ചെല്ലും തോറും പിന്നെയും അകത്തിരുന്ന് പറയുമോ കൊണ്ടുപോടാ. എവിടുന്ന് തരാൻ? പള്ളിക്കാർ തന്നത് ഇത്രയുള്ള ഒരു ബന്ന. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ഓർമ്മിപ്പിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ പർവ്വതത്തിലേക്ക് വന്നിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. അപ്പം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടത സഹിച്ച് നിങ്ങൾക്കും വീട്ടിൽ ഫാനിൻ്റെ കീഴിൽ സുഖമായിട്ടിരിക്കാമായിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഉച്ചയ്ക്ക് അച്ഛന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സുഖമായിട്ട് അവിടെ ഇരിക്കാമായിരുന്നു. ഈ പാട്ടുകാരൊഴിച്ച് ഇവർ പാടിയേ പറ്റൂ, അല്ലെ അച്ഛൻ ഇവരെ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്ത് വെളിയിൽ കളയും. നാളെ വരുന്നുണ്ടെങ്കിൽ പറയും, ഇന്നലെ എവിടെ പോയായിരുന്നു, വെള്ളിയാഴ്ച പാടാൻ വന്നേക്കുവാ, ഇല്ലയോ? അത് നടക്കത്തില്ലെന്ന് പറയും. അത് പേടിച്ചാണ് ഈ പാവപ്പെട്ട പിള്ളേർ വന്നിരിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇതൊക്കെ ത്യജിച്ചിട്ട് ഈ പർവ്വതത്തിൽ ഈ ചൂടത്ത് ഇവിടെ ഇരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 40, 41, 42 ഡിഗ്രി ഒക്കെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് കയറിയാൽ നമുക്ക് ചൂട് അതുപോലാണ് അനുഭവപ്പെടുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു തീയുടെ അനുഭവം. ഏലിയ കർമ്മേൽ മലയുടെ മുകളിലേക്ക് കയറി. അവിടെ പറഞ്ഞിരിക്കുന്നു, ബാലിന്റെ 450 പ്രവാചകന്മാര്, ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന 400 അശേര പ്രതിഷ്ഠയ്ക്ക് മുമ്പാകെ അതിനെ ആരാധിക്കുന്ന 400 പ്രവാചകന്മാർ, അവരെല്ലാം കൂട്ടിവരുത്താൻ പറഞ്ഞു. എവിടേക്ക്? കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിലേക്ക്. ഇവിടെ വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. ഒന്നാമത് തീ ഇറങ്ങുന്നത് പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. പരിശുദ്ധാത്മാവ് തീയായി ഇറങ്ങി വരുന്നത്. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പർവ്വതത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകണം. എലിയാവ് ഒന്നാമത് പർവ്വതത്തിലേക്ക് കയറി. നമ്മളെല്ലാം പർവ്വതത്തിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളും പർവ്വതത്തിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അനുഭവിച്ചറിയുന്നത്. പരിശുദ്ധ സഹത ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്കും സംശയമില്ല, എനിക്കും സംശയമില്ല. അപ്പൊ പിന്നെന്തോ വേണം? സഹതയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മുഴുവൻ സാന്നിധ്യം, എല്ലാ പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥത, ഇതിന്റെ നടുവിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇത് പർവ്വതത്തിന്റെ മുകളാണ്. കർമ്മേൽ പർവ്വതം പോലെ, കർമ്മേൽ മലയിൽ ഏലിയ കയറിയതുപോലെ ഞാൻ നിങ്ങൾ ഇവിടെ കയറിയിരിക്കുകയാണ്. ഇവിടെ കയറിയിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഏലിയ പ്രവാചകനെ പോലെ പരിശുദ്ധനായ സഹതായുടെ ശക്തി ഇവിടെ നിലകൊള്ളുമ്പോൾ അശേര പ്രതിഷ്ഠകളും ബാബേലിന്റെ പ്രവാചകന്മാരുമൊക്കെ ഇതിന്റെ ചുറ്റും പാളയം അടിച്ചിട്ടുണ്ട് എന്ന് ഓർത്തോണം. ഇവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഏകാഗ്രതയോടെ ഏലിയ പ്രവാചകനോട് ചേർന്ന് നിന്നതുപോലെ ഇവിടുന്ന് അനുഗ്രഹം അനുഭവിക്കുവാൻ ഇവിടെ പരിശുദ്ധനായ സഹതായോടെ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കാതെ ഇവിടെ വന്ന് കുഞ്ഞു കളിച്ചാൽ അശേരയും ബാബേലിന്റെ പ്രവാചകന്മാരും ഒക്കെ നമ്മളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് കൂട്ടി. ഇവിടെ വന്നത് നല്ല കാര്യത്തിന്, നല്ല നന്മയ്ക്കും വേണ്ടിയാണ്. പക്ഷെങ്കിൽ ഇവിടുത്തെ ചില ചെയ്വനകൾ കൊണ്ട് നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോകുന്നത് അശേരയുടെ പ്രതിഷ്ഠകളും ബാബേലിന്റെ പ്രതിഷ്ഠകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അശേരയും ബാബേലും ചുറ്റിനുമുണ്ട്, കൂടുണ്ടെന്ന് ഓർത്തോണം. അല്ല പൊന്നമ്പിപ്പള്ളി പോയി റെഡിയായി, ഇനിയും കുഴപ്പമൊന്നുമില്ല, ഇനിയും കുരിശു വരച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ആരും വിചാരിക്കരുത്. കാരണം പരീക്ഷ കൂടുകയാണ്, പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒന്നാമത് ഈ കർമ്മേൽ മല എനിക്ക് നിങ്ങൾക്കും തീ ലഭിക്കുവാൻ തക്കവണ്ണം ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഇടമാണ്. രണ്ടാമത് ഏലിയ പ്രവാചകൻ കർമ്മേൽ മലയിലേക്ക് കയറി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുന്നു, അദ്ദേഹം അവിടെ സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. 18-ാം അധ്യായം 30-ാം വാക്യം 18-30. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും ഏലിയാവ് പറഞ്ഞത് എന്റെ അടുക്കൽ
വരുവീൻ. സർവ്വജനവും അവന്റെ അടുക്കൽ വന്നു. അവന്റെ അടുക്കൽ വന്ന ജനം അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. കർമ്മേൽ മലമുകളിൽ പൊന്നമ്പിപ്പള്ളിയിൽ വന്നാ പോരാ, ഇടിഞ്ഞു കിടക്കുന്ന ചില യാഗപീഠങ്ങൾ, അത് വീട്ടിൽ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമായിരിക്കാം, ഭാര്യാഭർത്തൃ ബന്ധമായിരിക്കാം, അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമായിരിക്കാം. ഇടിഞ്ഞു കിടക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അവൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠം 12 ഗോത്ര പിതാക്കന്മാരുടെ എണ്ണത്തിനനുസരിച്ച് 12 കല്ലുകൾ എടുത്തു വെച്ച് അവൻ ആ യാഗപീഠം പണിതു. തകർന്ന യാഗപീഠം ഏലിയ പണിതെങ്കിൽ ആധുനിക സഭയെ ഞാനും നിങ്ങളും നമ്മളെ തകർന്ന ബന്ധങ്ങളെ നന്നാക്കണം. ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് ചോദിച്ചു, നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത ജലം ഞാൻ തരാം. അവൾ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ, ഞാനാന്നേല് ഉച്ചയ്ക്കാണ് വന്നേക്കുന്നേ, സാധാരണ സമയത്ത് വരാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, കാരണം ഇച്ചിരി കുഴപ്പമുണ്ട്. അവരതൊന്നും പറയുന്നില്ലെങ്കിലും ഞാൻ എല്ലാവരും ഉള്ളപ്പോഴൊന്നും വരത്തില്ല, ഞാൻ ഈ ഉച്ചയ്ക്ക് വന്ന് സാധാരണ സമയത്ത് വന്ന് ഈ വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ദാഹിക്കാത്ത ജലം എനിക്ക് കിട്ടുമെങ്കിൽ വളരെ സന്തോഷം, തരണേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ശമരിയ സ്ത്രീ പറഞ്ഞു, അയ്യോ എനിക്ക് ഭർത്താവില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ബോടി കള്ളം പറയുവാന്നോടി എന്നൊന്നും ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഈ പറഞ്ഞു ശരിയാ, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവല്ലെന്ന്, ആ സത്യമാണ് നീ പറഞ്ഞതെന്ന് കർത്താവ് എത്ര നമ്മളെ കൂട്ടൊന്നുമല്ല കർത്താവ് ചിന്തിക്കുന്നത്. നമ്മളാന്നേ അവളെ അന്നേരം അടിച്ച്, നമുക്കിവിടെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് അടിച്ച് അവളെ ശരിയാക്കി അവിടെ കയറും പിടിച്ച് പറിച്ച് വലിയൊരു ബഹളമാ കിണറ്റും കരയെ നടന്നേനെയും. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞു ശരിയാ മോളെ, പക്ഷെങ്കിൽ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന സത്യമാണ്. കാര്യം നിയമപരമായി കെട്ടിയവൻ മാത്രമേ ഉള്ളല്ലോ ഭർത്താവ്, അയാൾ അങ്ങിട്ടേച്ച് പോയി, പിന്നെ 4 പേര് വന്നു പോയി. അതുകൊണ്ട് ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറയുന്ന സത്യമാണ് നീ പറഞ്ഞേ. കർത്താവ് അതാ പറഞ്ഞേ. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് ശമരിയ സ്ത്രീയിൽ പാപബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനമായി തീർന്നു. അവളോട് പറഞ്ഞു, നിനക്ക് ഒരിക്കലും ദാഹിക്കാതിരിക്കുവാൻ തക്കവണ്ണമുള്ള ജലം കിട്ടണമെങ്കിൽ നിന്റെ ബന്ധങ്ങളെ നീ ശരിയാക്കണം. എൻ്റെ ദൈവമക്കളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ബന്ധങ്ങൾ പെരുന്നാളുകളിൽ അനുഗ്രഹം മുഴുവനായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ശരിയാകണം. ഭർത്താവിനോട് മിണ്ടാത്ത 13 വർഷമായി 14 വർഷമായി മിണ്ടാത്ത ഭാര്യമാര് വന്ന് കൗൺസിലിങ്ങിലും മറ്റ് പ്രാർത്ഥനയ്ക്കുമൊക്കെ ആയിട്ട് അപേക്ഷിച്ച് വരുമ്പോൾ അവർക്ക് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? മരിച്ചാലും എന്നെയാളിനെയും കണ്ടിച്ചെറിഞ്ഞാലും എനിക്കിനിയും അത് വേണ്ട, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ അത് തകർന്നു തന്നെ കിടക്കുകയാണ്. ഈ തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ ആ കല്ലുകൾ എടുത്തു വെച്ച് പണിയാതെ പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയില്ല. അനുഗ്രഹം മുഴുവനായി ദൈവകൃപയിൽ ആശ്രയിച്ച് എനിക്ക് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ചില തകർന്ന ബലിപീഠങ്ങൾ, ഏലിയ 12 കല്ലുകൾ എടുത്തു വെച്ച് ഈ ബലിപീഠത്തെ പണിതു. പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ദേവാലയത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ അനവരതം നമ്മിലേക്ക് ഇറങ്ങി വരും. യോഹന്നാൻ ശ്ലീഹായുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 92-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഈ പാർക്കിൻസൺ രോഗമൊക്കെ ബാധിച്ചു ദേഹം ഇങ്ങനെ വിറച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ പല്ലക്കിൽ ആരാധന മധ്യത്തിൽ എടുത്തുകൊണ്ട് വരുമായിരുന്നു ശിഷ്യന്മാർ. എടുത്തുകൊണ്ട് വന്ന് കുർബാനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഈ പല്ലക്കിൽ ഇരുന്നു കൊണ്ട് ഈ ജനത്തെ ആശീർവദിച്ച് പറയും, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനം അങ്ങോട്ട് വാത്സല്യ ശിഷ്യനിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി അണപൊട്ടി ഒഴുകുമായിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ പരിശുദ്ധാത്മാവിനെ അദ്ദേഹം കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ ജനത്തിലേക്ക് തീ ഇറങ്ങി അവർ പാപബോധമുള്ളവരായി തീരുകയാണ്. രണ്ടാമത്
ഒന്നാമത് ഏലിയ മലമുകളിലേക്ക്, കർമ്മേൽ മലമുകളിലേക്ക് കയറി. രണ്ടാമത് ഇദ്ദേഹം തകർന്നു കിടന്ന യാഗപീഠത്തെ പണിതു. ഇച്ചിരൂടെ സമയം എടുത്തു. അദ്ദേഹം 11 മണിക്ക് നിർത്തണമെന്ന് ഞാൻ ഇച്ചിരൂടെ സമയം ചോദിച്ചു. എന്തുവായാലും ഇതൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ഇനിയും ഈ പെരുന്നാളിൽ ചിലപ്പോൾ എന്നെ ഇങ്ങോട്ട് കയറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തുവായാലും പറയാൻ വന്നത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അച്ഛന് ഇതെന്തുവായാലും അച്ഛൻ്റെ ഒരു ആദ്യ പരീക്ഷണം, ആദ്യമായിട്ട് ഇങ്ങനെ പള്ളിയിൽ ഒരു പരീക്ഷണം നടത്തും, ഒരു ധ്യാനം, പ്രാർത്ഥന. അതുകൊണ്ട് ഞാനത് മുതലെടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ അച്ഛനോട് ഓർമ്മിപ്പിക്കുക. ഒന്നാമത് കർമ്മേൽ മലമുകളിലേക്ക് ഏലിയ കയറി. രണ്ടാമത് അദ്ദേഹം തകർന്നു കിടന്ന ബലിപീഠത്തെ പണിതു. മൂന്നാമത് അദ്ദേഹം ബലിമൃഗത്തെ വെട്ടിക്കീറി വെച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 33-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ഉറക്കെ. 33-ാം വാക്യം. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് പിന്നീട് അവൻ കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു. ബലിമൃഗത്തെ. അപ്പൊ മൂന്നാമത് ഏലിയ ചെയ്തത് ബലിമൃഗത്തെ അങ്ങോട്ട് വെട്ടിക്കീറി വെച്ചു. പഴയ നിയമത്തിൽ ബലി അർപ്പിച്ചിരുന്നത് ഇങ്ങനെ ബലിമൃഗത്തെ വെട്ടിക്കീറി വെച്ചാണ് ബലി അർപ്പിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ ബലി എന്താണ് എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലെ ബലിയെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. റോമർ 12:1. അപ്പോസ്തല പ്രവർത്തികൾ കഴിഞ്ഞ് റോമർ. പഴയ നിയമത്തിൽ നോക്കല്ലേ. മൈക്ക് അങ്ങോട്ട് കൊടുത്താട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പഴയ നിയമത്തിൽ കാളയെ വെട്ടിക്കീറി വെച്ചു. പുതിയ നിയമത്തിൽ യാഗം എന്തുവാ വായിച്ചു കേട്ടത്? പുതിയ നിയമത്തിലെ യാഗം എന്തുവാ? നിങ്ങളുടെ ശരീരങ്ങളെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ ശരീരങ്ങളെ എത്ര പെരുന്നാൾ റാസയ്ക്ക് നടന്നാലും ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ നടപ്പുകൊണ്ട് കാലിൻ്റെ മുട്ടിന് വേദന വരാമെന്നുള്ളതല്ലാതെ, നടന്ന് നമ്മുടെ ചെരുപ്പ് തേഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ, ചിലർ പരിമല പദയാത്രയ്ക്ക് പോകുന്നു, നമ്മൾ കണ്ടാൽ വിചാരിക്കൂടെ ഈ സഞ്ചിയിൽ ബിസ്ക്കറ്റ് വാരി നിറയ്ക്കാനും മോരും വെള്ളം കുടിക്കാനും വേണ്ടി മാത്രം പോകുന്നതാണെന്ന് വിചാരിക്കും. എന്തോന്ന് ചെരുപ്പ് തേയാൻ ഇങ്ങനെ നടക്കുകയാ. പഴയ നിയമത്തിൽ ബലിമൃഗത്തെ വെട്ടിക്കീറി വെച്ചു. പുതിയ നിയമത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. ഇന്ന് പലരെ കണ്ടാലും ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ പലര് പറയും, അച്ഛാ ഷുഗർ ഒത്തിരി കൂടുതലാണ്, ഷുഗർ കൂടുതലായതുകൊണ്ട് ഒരു ജീവനുമില്ല. അയ്യോ കഷ്ടം. അതുകൊണ്ടാണോ ജീവനില്ലാതെ പോയത്? രോഗമാച്ചു മരുന്നും കൊണ്ട് നടക്കുക, കഷ്ടം. എല്ലാവർക്കും ഉണ്ട് ഈ രോഗമൊക്കെ, പക്ഷെങ്കിൽ ഒരു ജീവനില്ല. എന്തുകൊണ്ട്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ശരീരങ്ങളെ സമർപ്പിക്കുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹ 2000 വർഷം മുമ്പാണ് നമ്മോട് ആഹ്വാനം ചെയ്തത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി തീരണം. കർമ്മേൽ മലമുകളിൽ തകർന്ന യാഗപീഠത്തെ പണിത ഏലിയ യാഗമൃഗത്തെ വെട്ടിക്കീറി ദൈവത്തിന് സമർപ്പിച്ചു.
വെട്ടിക്കീറി ദൈവത്തിന് സമർപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സമർപ്പണം ശരീരത്തെ സമർപ്പിക്കുന്ന സമർപ്പണമാകണം. കണ്ണ് കുഴപ്പമുണ്ടാക്കുന്നെങ്കിൽ തമ്പുരാൻ പറഞ്ഞ് ചൂഴ്ഞ്ഞെടുത്ത് കളയാൻ. കാരണം ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടി. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം പ്രിയമുള്ളവര്. അരുതാത്തതാ കാണാൻ പോകുന്നുവെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ തിരിയുമ്പോൾ, വാട്സപ്പിലല്ല ഫേസ്ബുക്കിൽ തിരിയുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ തിരിയുമ്പോൾ അരുതാത്ത പടമാണെങ്കിൽ അത് വിട്ടേക്കണം. നമുക്കാകുന്നത് നമ്മളെ കൊണ്ട് ദൈവപ്രമാണം അനുസരിച്ചുള്ളത് പ്രവർത്തിക്കുക. ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മക്കളറിയാതെ എന്തൊരു രഹസ്യമായി ഇതിനകത്ത്. ചിലർ ഈ രഹസ്യം പൂട്ടിട്ട് അവരുടെ മൊബൈൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. പിന്നെ തുറക്കാനൊക്കാത്ത അനേകരിതും കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. ഇത് തുറക്കാൻ അറിയത്തില്ല. എന്താന്ന് ചോദിച്ചാൽ അച്ഛാ അങ്ങ് അതിൻ്റെ നമ്പർ അങ്ങ് മറന്നുപോയി. എന്തോ നമ്പരാ? നമ്പരെല്ലാം തീരാറായിരിക്കുക. ഇങ്ങനെ എപ്പോഴാ വിളി വരുന്നതെന്ന് അറിയാതിരിക്കുക. എന്തോ നമ്പരാ നിന്റെ മൊബൈലിൻ്റെ നമ്പർ? ദൈവത്തിൻ്റെ ജനമേ, മൂന്നാമത് നാം കണ്ടത് ബലിമൃഗത്തെ വെട്ടിക്കീറി വെച്ചു. നിന്റെ കൈയാണ്, നിന്റെ ശരീരമാണ്, നിന്റെ കണ്ണാണ്. നിനക്ക് ഇടർച്ച വരുത്തുന്നതിനെ നിയന്ത്രിക്കാൻ, നിനക്ക് ഇടർച്ച വരുത്തുന്നതിനോട് നോ പറയുവാൻ അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം ഈ പെരുന്നാളിൽ. നാലാമത്, അദ്ദേഹം യാഗപീഠത്തിന് ചുറ്റും വെള്ളം കോരി ഒഴിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, 33-ന്റെ അവസാനം. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയാവിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം കോരി നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു. 1-ാമത്തെ പ്രാവശ്യം ഒഴിച്ചു, 2-ാമത്തെ പ്രാവശ്യം ഒഴിച്ചു, അങ്ങനെ 3 പ്രാവശ്യം ഒഴിച്ചു. വിറകിന്മീതെ വെള്ളം കോരി ഒഴിച്ചു. ഏതെങ്കിലും മണ്ടന്മാർ ചെയ്യുമോ? തീ കത്തിച്ച് ഇത് ബലി കൊടുക്കാനിരിക്കുമോ, അതിൻ്റെ മണ്ടേ വെള്ളം ഒഴിച്ചൊന്നു? ആരാ പറഞ്ഞ നിന്നോട് വെള്ളം ഒഴിക്കാൻ? എലിയാട് സ്വർഗം പറഞ്ഞ അനുസരിച്ച് ചെയ്യൂ, അല്ലാതെ ചുറ്റും നിൽക്കുന്ന ജനം പറയുന്ന അനുസരിച്ചല്ല. സ്വർഗം എന്താ പറഞ്ഞ അനുസരിച്ചാണ് ഏലിയ ചെയ്യുന്നേ. കാരണം മഴ പെയ്തിട്ട്, മഴ പെയ്യാൻ വേണ്ടിയാണ് യാഗം കഴിക്കുന്നത്. 3 വർഷമായി മഴ പെയ്ത ഒരു ദേശത്ത് വെള്ളം വലിയ ദുർലഭം, വെള്ളത്തിന്റെ ദൗർലഭ്യം അനുഭവിക്കുന്ന രാജ്യത്ത് ഇത് തൊട്ടി വെള്ളം കോരി ഒഴിക്കുക ഈ മനുഷ്യന്. ആ മനുഷ്യന് ഭ്രാന്തല്ലാതെ മറ്റെന്തെങ്കിലും ആണോ? പക്ഷെങ്കിൽ ഇത് പറഞ്ഞത് ആരാ? നീ വെള്ളം കോരി ഒഴിക്കാൻ അവനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സ്വർഗമാണ്. ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ച ഏലിയ പ്രവാചകൻ. ദൈവം പറഞ്ഞത് ഒരു വിഡ്ഢിയെ പോലെ ബലിപീഠത്തിലേക്ക് വെള്ളമൊഴിച്ച് ദൈവം പറഞ്ഞത് ഒരു ഭോഷനെ പോലെ അനുസരിച്ച ഏലിയ. ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് വിഡ്ഢിത്തമാണെന്ന് തോന്നും. ചിലർ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഈ മനുഷ്യൻ ഈ നൂറ്റാണ്ടിലൊന്നും അല്ലയോ ജീവിക്കുന്നത്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ ഈ നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവൻ വചനം പറയുന്നതിനനുസരിച്ച്, വചനബന്ധിയായി ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവനാകാം. ദൈവമക്കളെ, ഏറ്റവും ദുർലഭമായിരുന്ന വെള്ളം ഇത് പാഴാക്കി കളയുകയാണ് പ്രവാചകൻ. കാരണം ഇവിടെ തീയാണ് കത്തേണ്ടത്. ചുറ്റും തോടുണ്ടാക്കി, ആ തോട്ടിൽ വെള്ളം നിറച്ചു. അതാ ഈ യാഗപീഠത്തിൽ ബലിമൃഗത്തിൽ മുഴുവനും വെള്ളം ഒഴിച്ചു. എങ്ങനെ ബലി ഇറങ്ങും? ഇനി എങ്ങനെ തീ ഇറങ്ങും? അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഏലിയാവ് അവസാനമായി ചെയ്തത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 37-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവേ എനിക്ക് ഉത്തരമരുളേണമേ. യഹോവേ എനിക്ക് ഉത്തരമരുളേണമേ. മതി, ചെറിയൊരു പ്രാർത്ഥന, ഷോർട്ട് പ്രയർ. അവസാനം ഏലിയ സ്വർഗത്തിലേക്ക് നോക്കി, യഹോവയായ ദൈവമേ, എൻ്റെ ദൈവമേ, എനിക്ക് ഉത്തരമരുളണമേ. അവൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, അവന്റെ പ്രാർത്ഥന, കർത്താവേ നീയാണ് ദൈവമെന്ന് ഈ ജനം അറിയാൻ അഗ്നി അയക്കണമേ,
പ്രിയമുള്ള ദൈവമക്കളെ, അഗ്നി ഇറങ്ങാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ദയവ് ചെയ്ത് ടെക്നിക്കുകളുടെ പുറകെ പോകരുത്. ദയവ് ചെയ്ത് അഭിനയിക്കാൻ ശ്രമിക്കരുത്. കാരണം ഏറ്റവും വലിയ വിധികർത്താവാണ് മേളിലിരിക്കുന്നത്. അദ്ദേഹം ഓസ്കാർ അവാർഡൊന്നുമല്ല, അതിനേക്കാൾ വലിയ അവാർഡൊക്കെ നേടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ടെക്നിക്കൊന്നും അങ്ങോട്ട് വേണ്ട. ആരാധനയിൽ അഭിനയമൊന്നും വേണ്ട. ആരെ കാണിക്കാനാ? ദേവാലയത്തിൽ വരുമ്പോൾ ദൈവത്തെ കാണാനും ദൈവത്തെ കാണിക്കാനും ഒക്കെയാണ് നമ്മൾ വരുന്നത്. അഭിനയമൊന്നും വേണ്ട. എല്ലാവരെയും ദൈവത്തിന് വേണം. എല്ലാവരെയും, എല്ലാ മനുഷ്യനെയും ദൈവത്തിന് വേണം. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ലൂസിയാനയിലെ അങ്കോള പ്രസൻ മുഴുവനും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നത്. നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയിട്ട് അന്നത്തെ മാർപ്പാപ്പയോട് പറഞ്ഞു, ഞാനെല്ലാം കീഴ്പ്പെടുത്തിയിട്ട് വന്നിരിക്കുക. അടുത്ത എൻ്റെ ലക്ഷ്യം, അടുത്ത ഒരു 5 വർഷം കൊണ്ട് ഞാൻ ഈ സഭയെ ഇല്ലാതാക്കും, നാമാവശേഷമാക്കും. ആദ്യം പറഞ്ഞപ്പോൾ മാർപ്പാപ്പ അങ്ങ് പൊട്ടിച്ചിരിച്ചു. ചിരിച്ചു കണ്ടപ്പോൾ ഈ രാജാവ്, ഇയാൾക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് എന്തുവാ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞതാ, പറഞ്ഞ പോലെ ചെയ്യും. 5 വർഷം കൊണ്ട് ഞാൻ ഈ സഭയെ ഇല്ലാതാക്കും, മുടിച്ചില്ലാതാക്കും. വീണ്ടും അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. മൂന്നാമത് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ ആ സിംഹാസനത്തിൽ ചാടി എഴുന്നിട്ട് മാർപ്പാപ്പയോട് ഇനി അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞേ കേട്ടില്ലയോ? ഞാൻ ഈ സഭയെ ഇല്ലാതാക്കും. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നടക്കട്ടെ. ഈ സഭ ഉണ്ടായ മുതൽ കുറേ അച്ഛന്മാരും സന്യാസിമാരും സിസ്റ്റേഴ്സും ഇതില്ലാതാക്കാൻ ശ്രമിക്കും. ഇതുവരെയും ഇതില്ലാതായിട്ടില്ല. ഇയാളെ കൊണ്ട് കഴിയുമെങ്കിൽ കഴിയട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സഭ കൊറോണ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു പള്ളിയെല്ലാം അടച്ചു കൂട്ടും, ഇനി ആരും വരത്തില്ല. പക്ഷെ കഴിഞ്ഞെന്ന് റിപ്പോർട്ട് വന്നില്ല. അതിന് മുമ്പേ വേണ്ട ഇടിച്ചു കയറി വരുക. അടുത്ത ആശാഴ്ച വന്നപ്പോൾ, ഞാൻ കുമ്പഴയായിരുന്നു, ഒരാശാഴ്ച ഞാൻ നടത്തിയത് 5 പേരെയും കൊണ്ടാണ്. ഒരു ഓശാനയ്ക്ക് പോലീസ് വന്ന് ഈ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് നോക്കി. എന്നിട്ട് ശുശ്രൂഷകനെ വിളിച്ചിട്ട് എത്ര പേരുണ്ടകത്ത്? അദ്ദേഹം പറഞ്ഞു 5 പേരേ ഉള്ളൂ. ഉള്ളല്ലോ, കള്ളം പറയരുത്. അദ്ദേഹം പറഞ്ഞു കള്ളമല്ല, 5 പേര്, അച്ഛൻ ഉൾപ്പെടെ 5 പേരേ ഉള്ളൂ. അന്നൊക്കെ ചെയ്ത ശുശ്രൂഷകൾ എന്തെല്ലാം കഷ്ടപ്പെട്ടാന്നറിയാമോ? അന്ന് ഒരു വെള്ളം എടുക്കാൻ ആളുണ്ടോ, ഒരു കുരുത്തോല പിടിക്കാൻ ആളുണ്ടോ, എന്തെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തു. അപ്പം ചില മഹാന്മാർ പറഞ്ഞു പള്ളികളെല്ലാം അടച്ചു പൂട്ടും, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. 40-42 ഡിഗ്രി ചൂടുള്ളപ്പോൾ ഇപ്പോൾ ജനം നടത്തുന്ന പ്രദക്ഷിണവും റാസയും ഒക്കെ കണ്ടാൽ, ഞാൻ ഇന്നലെ പോയ നമ്മുടെ ആ പള്ളിയിൽ, കുമ്പളാമ്പയ്യ പള്ളിയിൽ 4-5 വീട്ടുകാരേ ഉള്ളൂ. പക്ഷെങ്കിൽ 10-250 പേര് ഇന്നലെ അവരുടെ ആ പ്രദക്ഷിണത്തിൽ സംബന്ധിച്ച്, ആ റാസയിൽ സംബന്ധിച്ച് പരിശുദ്ധനായ ഗൗരീസാദായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഞാൻ 5 കാര്യങ്ങളാണ് തീ ഇറങ്ങാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞത്. 1, പർവ്വതത്തിലേക്ക് കയറണം. 2, തകർന്നു കിടക്കുന്ന ബലിപീഠം പണിയണം. 3, യാഗമൃഗത്തെ വെട്ടിക്കീറി വയ്ക്കണം. 4, ചുറ്റും വെള്ളം കോരി ഒഴിക്കണം. ഒരു പരീക്ഷണമാണ്. ദൈവത്തെ ചലഞ്ച് ചെയ്യുകയാണ്. തീയാണ് ഇറങ്ങേണ്ടത്. പരീക്ഷണം വെള്ളത്തിൽ എങ്ങനെ തീ ഇറങ്ങുമെന്നുള്ളതാണ്. പക്ഷെങ്കിൽ യഹോവേ എന്നോട് ഉത്തരമരുളണമേ എന്ന പ്രാർത്ഥന, പ്രവാചകന്റെ പ്രാർത്ഥന അതായിരുന്നു. യഹോവയായ ദൈവമേ എന്നോട് ഉത്തരമരുളണമേ. ദൈവത്തിന് കേന്ദ്ര സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ ദൈവമക്കളെ, പെരുന്നാളുകളിൽ ഇതിനേക്കാൾ 100 ഇരട്ടി അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, പരിശുദ്ധനായ സഹദായുടെ മഹനീയമായ ഇടപെടൽ കൊണ്ടാണ് പാപികളായ നമുക്കിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിടുക്കല്ല. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, എൻ്റെ കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളണമേ, എൻ്റെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇനിയും പ്രദക്ഷിണത്തിൽ റാസയിലും ഒക്കെ നമ്മൾ സംബന്ധിക്കുന്ന ദിവസങ്ങളാണ്. ആ റാസയിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ, ഈ പടിഞ്ഞാറേ വാതിൽ ഇറങ്ങുന്ന മുതൽ ഈ പടിഞ്ഞാറേ വാതിൽ വഴി തിരിച്ചു കയറുന്നത് വരെ പരിശുദ്ധനായ സഹദായെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥന ദൈവമക്കളുടെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ മതിയായവനായ ദൈവം അങ്കോള ജയിലിനെ ലോകത്തിലെ ഏറ്റവും മാതൃകയുള്ള ജയിലാക്കി മാറ്റുവാൻ തമ്പുരാൻ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവിന് സാധിച്ചെങ്കിൽ
നമ്മുടെ ജീവിതങ്ങളെ അത്ഭുതങ്ങളാക്കി തീർക്കുവാൻ ഈ കർത്താവിന് കഴിയും. ദൈവമക്കളെ, അതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമുക്കിടയായി തീരണം. വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ വേദപുസ്തകം ഇല്ലാതാക്കുമെന്ന് പ്രസംഗിച്ചവനാണ്. പക്ഷെങ്കിൽ 5 വൻകരകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് പരിശുദ്ധ വേദപുസ്തകമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഇതിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. മലമേലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തീ ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റവും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് അവസരം തന്ന എൻ്റെ സഹോദരനോട് ഏറ്റവും കൂടുതൽ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.